ഇന്നലെ സത്യപ്രതിജ്ഞ നടന്ന വേദിയിൽ അവിടെ ആ സ്ഥലത്ത് വലിയ തോതിൽ പെട്ടെന്നൊരു കൂക്കുകളി നമ്മൾ ലൈവിൽ കണ്ടിരുന്നു. അത് റിനി ആൻ ജോർജ് എന്ന എന്താണ് സിനിമാ താരം അവതാരകയൊക്കെയായ ആ പെൺകുട്ടി, അതായത് രാഹുൽ മാങ്കോട്ടുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ രംഗത്ത് വന്ന അവർ ഈ സത്യപ്രതിജ്ഞ എത്തിയപ്പോഴാണ് ഒരു വിഭാഗം ഒഴിയഫാർ തന്നെ ആയിരിക്കും കൂക്കുകളി നടത്തിയത്. അതുപോലെ രാഹുലും സത്യപ്രതിജ്ഞാ ചടങ്ങിനുണ്ടായിരുന്നു. രാഹുൽ മാങ്കോട്ട് എത്തിയിരുന്നു. അപ്പം രാഹുലിന് ഭയങ്കര കയ്യടിയും ആർപ്പുളിയുമായിരുന്നു. അതെ. പക്ഷേ ഈ കുട്ടി വരുന്നപ്പോൾ മാത്രമാണ് അത് ഒരു വിഭാഗം ഇവരെ കൂവി വിളിച്ചു. അത് കൂവി വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പെണ്ണുകേസുകളെല്ലാം പുറത്തു വരാൻ കാരണമായതിന് ശരിക്കും ഈ റിനിയുടെ ഒരു വ്യക്തമായ സൂചന നൽകി ആദ്യ രംഗത്തെത്തിയത് റിനി ആൻ ജോർജാണ്. അപ്പോൾ ഈ രാഹുലിന് പിന്നീട് ഉണ്ടായിട്ടുള്ള സകലമാന ഡാമേജുകൾക്കും കാരണമായതും ഈ ഒരു പ്രസ്താവന കൂടിയാണ്. നമുക്കറിയാമല്ലോ, അതിൻ്റെ നാൾ വഴി നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ കുട്ടി രാഹുൽ മാങ്കൂട്ടം ആണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൂചന നൽകുന്നു. അതേക്കുറിച്ച് മാധ്യമങ്ങൾ രാഹുലിനോട് ചോദിക്കുമ്പോൾ രാഹുൽ സ്വതസിദ്ധമായ ശൈലിയിൽ ഹൂ കെയേഴ്സ് എന്നൊരു മറുപടി കൊടുക്കുന്നു. ആ മറുപടിക്ക് ശേഷം ആണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ഉണർന്നിട്ട് ഇതിൽ ഇയാളുടെ പീഡനത്തിനും ഗർഭഛിദ്രത്തിനും ഇരയായെന്ന് പറയുന്ന ഒരു യുവതി മാധ്യമപ്രവർത്തകയാണെന്ന് പറയുന്നു. ഈ യുവതിയുടെ മൊഴിയെടുക്കാൻ പോകുന്നു. ആ യുവതിയെ കണ്ട് പരാതി എഴുതി വാങ്ങി രാഹുലിനെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുന്നു. അതിനായിട്ട് ക്രൈംബ്രാഞ്ച് ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് ടീമുമായിട്ട് ഈ പറയുന്ന പരാതിക്കാരി സഹകരിക്കാതിരിക്കുന്നതോടെ ആ ആദ്യ റൗണ്ട് വെടിവെപ്പ് അങ്ങ് കഴിഞ്ഞു. പിന്നീടാണ് ഈ രണ്ടാം റൗണ്ടിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഈ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു. അവക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്ന പരാതി കൊടുക്കുന്നു. അങ്ങനെ ഈ രാഹുലിനെ എതിരെ യഥാർത്ഥത്തിൽ ആ യുവതി മൊഴി കൊടുക്കുകയും കേസെടുക്കുകയും ചെയ്യുന്നു. ഈ റിനി ആൻ ജോർജ്. അപ്പൊ ഈ റിനിയെ ആര് ഓപ്പറേറ്റ് ചെയ്തു? റിനി സതീശന്റെ ആളാണ്. സതീശൻ മുഖേനയാണ് KC പക്ഷക്കാരനായ രാഹുലിനെയും ഷാഫി പറമ്പിലിനെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വലിയ ടീം വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നതെന്നുള്ള ഒരു ആരോപണമാണ് അന്ന്. അതുപോലെ റിനി അവർ പരസ്യമായിട്ട് എപ്പോഴും സതീശൻ്റെ ഒരു അടുത്ത അനുയായിയാണ് താൻ എന്നുള്ള രീതിയിൽ പറയുകയും സതീശനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ അവർ പുറത്തുവിടുകയും ചെയ്തു. കേക്ക് മുറിക്കുന്നതായിട്ടുള്ള പടങ്ങളും. അങ്ങനെ സതീശനെ സോഷ്യൽ മീഡിയ കൊടുത്ത പേരാ കേക്കച്ചൻ എന്നൊരു പേരും കൊടുത്തു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇതിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണെന്നും ഈ റിനി ആൻ ജോർജിനെ ഉപയോഗിച്ച് പലരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി റിനി ആൻ ജോർജിലൂടെ ശ്രമിച്ചു എന്നുമൊക്കെയാണ് അന്ന് വന്ന ഒരു ഇത്. അതിലൊക്കെ രസകരമായ ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്ന് ഇടതുപക്ഷത്തിൻ്റെ വേദിയിൽ ഈ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. അതെ, ഇടതുപക്ഷത്തിൻ്റെ വേദിയിലേക്ക്. അതായത് വലതുപക്ഷക്കാരിയായ ഈ റിനി ആൻ ജോർജും വേറെ വ്യാജ IAS ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആരോപിക്കപ്പെടുന്ന യുവതി ഉണ്ടല്ലോ, അവരൊക്കെ ഇടതുപക്ഷത്തിന്റെ പേരിൽ. കാരണം ഇവരൊക്കെ UDFന്റെ ആൾക്കാരാണ്, ഇവരൊക്കെ കോൺഗ്രസിന്റെ ആൾക്കാരാണ്. അവർ പൊടുന്നനെ ഇടതുപക്ഷത്തിന്റെ പേരിൽ സാംസ്കാരിക നായികമാരായിരുന്നവരാണ്. അതെ. അപ്പൊ എന്തോ ചെയ്യുന്നു. അപ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ സംശയിക്കുന്നത് ഇവരെ ഇതിന് പിന്നിൽ പിണറായിയുടെ ടീമിന്റെ സ്വാധീനങ്ങൾക്ക് ഇവർ വഴങ്ങിയാണ് ഇവർ പോയി CPMന് വേണ്ടിയാണ് ഇവർ വിടുപണി ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്നതിൽ ഇവരാണ് പ്രധാന പങ്ക് വഹിച്ചതെന്നുള്ള ആരോപണം അത് വ്യക്തമായിട്ടും ഉണ്ടായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ അത്രയും വിമർശനം വന്ന കാര്യങ്ങളൊന്നും അതായിരുന്നു അല്ല. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയന് നേരെ കൈ ചൂണ്ടി എടോ വിജയ എന്ന് വിളിച്ചപ്പോൾ തന്നെ ഇവര് CPM പറഞ്ഞിരുന്നു നിന്നെ ഞങ്ങൾ തീർക്കും. കാരണം അയാൾ പിണറായി വിജയന് നേരെ ഒരു കൈ ഇവിടെ ഉയരാൻ പാടില്ല, ഒരു നാവും ശബ്ദിക്കാൻ പാടില്ല. അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഷാഫി പറമ്പിലാണ്, ആരായാലും ഞങ്ങൾ ഏത് വിധേനയും ഞങ്ങളില്ല. അങ്ങനെ ഏത് വിധേനയും ഈ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കഥയിലെ ഒരു നടിയായിട്ട് വന്ന ആളാണ് റിനി ആൻ ജോർജ് എന്ന ഒരു ആരോപണത്തിന്റെ പുറത്താണ് അവരെ ഇന്നലെ കൂക്കി വിളിച്ചത്. അതേസമയം രസകരമായ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തോതിൽ കൈയടിയാണ് കിട്ടിയത്, സ്വീകാര്യത കിട്ടിയ അവിടെ. ആ റിനിയെ പുറകെ നടന്നു കൂവി. റിനിയെ ആകെ വശം കെട്ടുപോയി. കാരണം നമുക്ക് ആ വിഷ്വൽസിൽ നിന്ന് മനസ്സിലാവും അവർ പെട്ടെന്ന് അവരെ ഇടയിൽ കൂടെ നീങ്ങി പോകുന്നു. അതുപോലെ വേറെയും പൊങ്കാല കിട്ടിയതുണ്ടായിരുന്നു. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ദിവസം ഇത് ശ്രീപത്മനാഭന്റെ നാട്ടിൽ എൻ്റെ ശ്രീപത്മനാഭൻ എന്നും പറഞ്ഞ് സതീശനും റിനിയും കൂടി ഇരിക്കുന്ന ഒരു പടം പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വന്ന അസാമാന്യ തെറിയോട് തെറിയായിരുന്നു. കാരണം അന്നൊക്കെ ഈ പിണറായി വിജയന്റെ കാലത്ത് പരാതി കൊടുത്താൽ അപ്പം കേസ് വരുമായിരുന്നു.
അക്ഷണം കേസ് വരും. ആ ക്ഷണം കേസ് വരും. ഇപ്പൊ ഇനിയത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആഭ്യന്തരം രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ. പരാതി എന്നാൽ കേസെടുക്കുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിച്ചിട്ട് ചിലപ്പോൾ കേസ് വരത്തുള്ളൂ. അപ്പോൾ പണ്ട് ആര് കൊണ്ടൊരു പരാതി കൊടുത്താലും ഇപ്പം ഇന്നലെ നമ്മുടെ ചീഫ് എഡിറ്റർ ഇന്നലെ ഒരു കഥ പറഞ്ഞു. എനിക്കൊന്ന് ലൂസ് സ്റ്റോക്കിലാണ് പറഞ്ഞത്. അതായത് ചുമ്മാതെ ഒരാൾ കൊണ്ട് പുള്ളിക്ക് ഒരു പരാതി കൊടുക്കുക, കാറ് തടഞ്ഞ് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ ചോദിച്ചു. അതെ അത് അപ്പോഴേ അതിന് FIR ഇടുകയാണ്. ഇന്ന സ്ഥലത്ത് വെച്ച് കാറ് തടഞ്ഞ് നിർത്തി എൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ വെച്ചു. ഉടനെ അവിടെ അപ്പോൾ FIR ഇടുകയാണ്. ഈ പരിപാടി ഇവൻ കുറഞ്ഞ ദിവസം സമയം അദ്ദേഹം എവിടെയാണെന്നറിയോ? ഇംഗ്ലണ്ടിലാണ്. ഇവിടെ FIR ഇട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് അന്വേഷണം അങ്ങ് ആരംഭിച്ചു. അത് ആലോചിച്ച് നോക്കണം. അപ്പം എന്തുമാത്രമായിരുന്നു അന്നത്തെ ഒരു രീതി. ഒരു പോലീസുകാരനെ വിചാരിച്ചാൽ ഒരു CPM നേതാവ് വിളിച്ചു പറയാം, എന്നാ അവനെതിരെ ഒരു FIR ഇട്ട്, എന്നാ എൻ്റെ ഒരു പരാതി പിടിച്ചു, ആ പരാതിയിൽ FIR ഇട്ട് പോയെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴത്തെ സർക്കാർ വരത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആസൂത്രിതമായിട്ട് കുടുക്കി. അതിലൊരു പങ്ക് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ആശങ്കയുടെ പുറത്തും അന്ന് തൊട്ട് ഈ കുട്ടിയോടുള്ള ഈ കോൺഗ്രസിൻ്റെ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരെ ഒരു കലിപ്പുണ്ട്. ആ കലിപ്പും തീർത്താണ് കൂവിയത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു വേദിയിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന് കയ്യടിയും അതേ ആരോപണം ഉന്നയിച്ച ആൾക്ക് കൂവലും കിട്ടുന്ന ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും സ്വീകാര്യതയുണ്ട്. രാഹുലിന് ഈ ഭരണത്തിൽ കോൺഗ്രസ് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടം. അതിന് യാതൊരു സംശയവും വേണ്ട. ഈ ഇലക്ഷൻ പ്രചാരണ കാലത്ത് നല്ല രീതിയിൽ സൈബർ അറ്റാക്കോ അല്ലെ സൈബർ സേനയെ നയിക്കാൻ, കോൺഗ്രസിന് UDFന് സൈബർ സേനയെ നയിക്കാൻ കാരണമായത് രാഹുലാണ്. കാരണം നമുക്കറിയാം, ഈ വയനാട് പുനരധിവാസം സംബന്ധിച്ച പരിപാടി ഇവർ ഇളക്കി വിട്ട സകല ആരോപണങ്ങൾക്കും വളരെ കൃത്യം 1, 2, 3 എന്നുള്ള ആ അക്കമിട്ട് മറുപടി നൽകാനെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതെ, മാത്രമല്ല കോൺഗ്രസിന്റെ സൈബർ സേന അവിടെ എന്ത് ചെയ്യായിരുന്നു? ഹൈബീഡനായിരുന്നു. ഒന്നും ചെയ്തില്ല. ഹൈബീഡനാക്കി അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയിട്ട് എന്താണ് സംഭവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യത്തിൽ അന്ന് സജീവമായി ഇടപെടുകയും കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലെത്തി അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോഴാണ് ജനത്തിന് മനസ്സിലായത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പണം പിരിച്ച് വെട്ടിച്ചു എന്നുള്ള CPMന്റെ വ്യാപകമായ ആരോപണങ്ങളെ പൊളിച്ചടുക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ. പൊളിച്ചടുക്കിയത് മാത്രമല്ല, DYFI പിരിച്ച് പുട്ടടിച്ച കഥ മൊത്തം വെളിയിലോട്ട്. നിങ്ങൾ പിരിച്ച പണത്തിന്റെ കണക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ എത്ര രൂപ നിങ്ങൾ അടിച്ചു മാറ്റി എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല സുന്ദരമായ ഒരു ശൈലിയിൽ അദ്ദേഹം അത് പുറത്തോട്ട് വരികയുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചത്. സത്യപ്രതിജ്ഞാവേദിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് കൈയടി ലഭിക്കുകയും റിനി ജോർജിന് കൂവൽ ലഭിക്കുകയും ചെയ്തതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അദ്ദേഹത്തിനുള്ള ജനകീയതയൊന്നും റിനി ആൻഡ് ജോർജിനൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആ കാരണം.